പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക്. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും കൂടുതൽ പ്രോബ്ലങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, തൻ്റെയും ഇഷയുടെയും ജീവിതം തന്നെ തകർക്കാൻ അവൾക്ക് സാധിക്കുകയും ചെയ്യും. ഇനി എന്താണ് ദേവബാലയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന അഭിഷേക് ദേവരാജനെ ചെന്ന് കാണുകയാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവബാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. അവൾ ഈ വീട്ടിൽ നിൽക്കുന്തോറും തൻ്റെ ടെൻഷൻ കൂടുകയാണ് ദിനംപ്രതി. മാത്രവുമല്ല, സത്യങ്ങൾ അവൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നുമില്ല. ഓരോ ദിവസവും വയലൻ്റായി വരികയാണ്. അവളോട് സത്യം പറയാമെന്ന് വിചാരിച്ചാൽ തന്നെ അവൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് അതിന് സാധിക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മോൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ജീവിതം നിനക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ദേവബാലയുടെ ജീവിതവും തനിക്ക്. അവൾ അത്രയധികം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ അങ്കിൾ, ഭ്രാന്തമായ ഇങ്ങനെയുള്ള സ്നേഹം കാരണം ജീവിതം വളരെയധികം ദുരിതത്തിലേക്കാണ് പോകുന്നത്. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട് അഭിഷേക്. പക്ഷേ ദേവബാലയുടെ മനസ്സ്, അതാണ് എല്ലാത്തിനും പ്രശ്നമാകുന്നത്. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ. എന്തായാലും ചികിത്സ പൂർത്തിയാകാതെ ഒന്നും തന്നെ ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയുന്നത് എങ്ങനെയാണ് അങ്കിൾ? എനിക്ക് ഇഷയുടെ കൂടെ ജീവിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ ഇനി എന്താകും? എൻ്റെയും അവളുടെയും ഭാവി എന്നുള്ള കാര്യവും അങ്കിളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അങ്കിൾ സ്വാർത്ഥനാകരുത്. എനിക്കും ചില സമയങ്ങളിൽ ദേവബാലയുടെ സംസാരം കേട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് തലവേദന കൂട്ടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതിനിടയിലാണ് കൈലേഷ് പുതിയ ചതികൾ തനിക്ക് നേരെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് അഭിഷേക്. ഇതോടെ കൈലേഷിനെ ചെന്ന് കണ്ട് സംസാരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. കൈലേഷിനോട് തൻ്റെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിർത്തുന്നതാണ് കൈലേഷിന് നല്ലത് എന്നുള്ള ഭീഷണി അഭിഷേക് മുഴക്കിയതിനെ തുടർന്ന് തൻ്റെ അടുത്ത് ഭീഷണിയൊന്നും വേണ്ട എന്ന് പറയുകയാണ് കൈലേഷ്. ഞാൻ വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല, അത് ചെയ്തു കാണിക്കാനുള്ള തൻ്റെ ഇടവും തനിക്കുണ്ട് എന്നുള്ള കാര്യം നീ മറക്കാതിരുന്നാൽ നിനക്ക് നന്ന്. അഭിഷേക് ഇപ്പോൾ എല്ലാം കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് വെറുതെ നീ വല്ലതും ചെയ്യിപ്പിക്കരുത് എന്നുള്ള കാര്യം പറയുകയും നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ വരെ ഇപ്പോൾ തനിക്ക് സാധിക്കുമെന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഓ, ഇഷ മേഡത്തെ വിവാഹം ചെയ്യാൻ പോകുന്നതിൻ്റെ അഹങ്കാരമല്ലേടാ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതേടാ, അഹങ്കാരം തന്നെയാണ്. അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ അഹങ്കരിക്കുന്നത്. നീ ഇനിയും വാല് പൊക്കുകയാണ് എങ്കിൽ നിന്നെ ഇടിച്ച് ആ മുക്കിലിടുക തന്നെ ഞാൻ ചെയ്യും. എന്തെങ്കിലും സംശയമുണ്ടോടാ നിനക്ക് നായേ എന്ന് അഭിഷേക് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൈലേഷ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയം ഈ പ്രശ്നങ്ങൾ അറിയാനിടയാകുന്ന റാം മോഹൻ എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ മുന്നോട്ട് വരുന്നു. ഇതോടെ അഭിഷേക്
ഒന്നുമില്ല സാർ എന്ന് പറയുകയും കൈലേഷുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ്. അത് കൈലേഷിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അത്രയേയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയാൻ ഇടയാകുന്ന സോഹൻ കൈലേഷിനെ സൂക്ഷിക്കണം, അവനൊരു ചതിയനാണ്, ഒരു നല്ല അവസരത്തിനായി കാത്തിരിക്കുകയാണ് അവൻ, നിന്നോട് ഒടുങ്ങാത്ത ദേഷ്യമാണ് അവനുള്ളത്. ഈ കാര്യം എനിക്കും അറിയാമടാ. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചൊറിയുന്നതാണ് എനിക്ക് സഹിക്കാൻ സാധിക്കാത്തത്. രണ്ട് കൊടുക്കാൻ തോന്നാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ആ ഇഷയുടെയും റാംമോഹൻ്റെയും റിലേറ്റീവാണ് എന്ന ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിട്ടുകളയുന്നത്. ഇപ്പോഴിതാ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുള്ള കളികളാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അവൻ എങ്ങനെയാണ് ജയരാമിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക? അവന് നിന്നെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്തതാണ്. ഒരുപക്ഷെ നിന്റെ അച്ഛൻ ഇവിടെ വന്ന് കൈലേഷിനെ കയ്യിലെടുത്തതാകുമോ? ഇത് കേട്ടതിനെ തുടർന്ന് അതിനുള്ള സാധ്യതയുണ്ട് എന്നും തൻ്റെ അച്ഛൻ അത്ര നീചനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഭിഷേക്, അയാൾ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം മുതലെടുപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ഒരിക്കലും വിശ്വസിക്കാനും സാധിക്കുകയില്ല. ഒരുപക്ഷെ കൈലേഷിനെ അയാൾ വന്ന് കണ്ടു കാണണം. അത് മാത്രവുമല്ല, കൈലേഷിന് സഹായം നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കൈലേഷും ഇപ്പോൾ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കേൾക്കുന്ന സോഹൻ, നിന്റെ അച്ഛനെയും നീ നിലയ്ക്ക് നിർത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ദേവബാല ഒരു തലവേദനയായിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി നിന്റെ അച്ഛൻ കൂടി വന്നാൽ എന്താകും സ്ഥിതി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇതിനൊരു തീരുമാനം താൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്ന അഭിഷേക് ഇതേ തുടർന്ന് ജയരാമനെ തേടി എത്തുകയാണ്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ജയരാമനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ജയരാമന്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ടുള്ള തീരുമാനമാണ് അഭിഷേക്. അടിച്ച് മോന്ത തിരിക്കുമെന്ന് അഭിഷേക് ഭീഷണിപ്പെടുത്തുകയാണ് അച്ഛനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.